നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കാർത്തികയുടെ മുക്കാലും രോഹിണി മകയിരത്തിൻ്റെ അരനക്ഷത്രക്കാരുടെയും 2024 മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് 2024 ഇടവമാസം 1-ാം തീയതി മുതൽ വളരെ ഗുണപ്രദവും ദൈവാധീനവും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾ എല്ലാം മാറി നല്ല ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. എങ്കിലും ചാരവശാൽ കണ്ടകശനി കാലഘട്ടവുമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുമെങ്കിലും സർവേശ്വരകാരകനായ വ്യാഴൻ്റെ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴമാറ്റത്തോടുകൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. മനസുഖക്കുറവും ഉറക്കക്കുറവും ക്ഷീണവും ദുഃഖവും ഇവയെല്ലാം ഇവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. എന്നാൽ ഈ വർഷത്തോടുകൂടി ഇവർക്ക് ഇതിൽ നിന്നുമെല്ലാം വളരെയധികം മാറ്റമുണ്ടാകുകയും പുതിയ ഭൂമി വാങ്ങുവാനുള്ള യോഗമുണ്ടാകുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ലാഭമുണ്ടാകുകയും ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും അമ്മാവന്മാർ ഇവർക്ക് ഇടവിട്ട് അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകുന്നു. പുതിയതായി വാങ്ങിയ വാഹനങ്ങൾ കേടുപാടുകൾ ഉണ്ടാകുകയും അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഓടിക്കേണ്ടതാകുന്നു. ഗൃഹം നിർമ്മിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണ പണികൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുകയും കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്നവർ പിരിയുകയും കുടുംബ വീട് വീതിക്കുകയും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ അവസരങ്ങൾ വന്നു ചേരുകയും വിദേശ പഠനം പൂർത്തിയാക്കുകയും സന്താനങ്ങൾക്ക് ഇടവിട്ട് അസുഖങ്ങൾ ഉണ്ടാകുകയും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും അല്പതാമസ തടസ്സം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ മുടങ്ങിയവർക്ക് അത് നടക്കുവാനും കാലം അനുകൂലം. ബാങ്കിംഗ് മേഖലയിലുള്ളവർക്കും കോൺട്രാക്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നു. യാത്രകൾ നിശ്ചയിച്ചവർക്ക് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രാ തടസ്സങ്ങളായിരിക്കും കൂടുതലുമായി ഉണ്ടാകുവാൻ സാധ്യത. വയറിന് അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. കലാകാരന്മാർക്ക് ദൈവാധീനത്താൽ പുതിയ വർക്കുകൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് വരുവാൻ താമസമുണ്ടാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിലും ശാസ്താവിന് നീലവസ്ത്രം സമർപ്പിക്കുകയും ഹനുമാൻ ക്ഷേത്ര ദർശനവും ഹനുമാന് വടമാലയും വെറ്റിലമാലയും സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാകും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നൽകുന്നതും ഉത്തമമാകുന്നു.